ഹലോ മൈ ഡിയർ സോൾസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിത്ര ടാരോട്ട്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, അതേപോലെ നിങ്ങളുടെ എനർജി എന്താണ്, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണ് എന്നൊരു കാര്യമാണ് ഇന്നത്തെ റീഡിങ്ങിലൂടെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ ഒരു വീഡിയോ കാണുന്നു ആ ഒരു സമയം മുതൽ ഇത് വാലിഡ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ പേഴ്സണായിട്ട് ബന്ധപ്പെട്ടുള്ള പോസിറ്റീവായിട്ടുള്ള മെമ്മറീസ്, മൊമെൻറ്റ്സ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. പേഴ്സണെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. അതിനുശേഷം നിങ്ങളുടെ വീഡിയോ മുന്നോട്ട് കാണുക. ഓക്കെ, ഇന്നത്തെ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് എന്തൊക്കെ മെസ്സേജസ് ആണ് വരുന്നതെന്നുള്ള നമുക്ക് കാർഡ്സിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ വീഡിയോ കാണുന്ന വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഫീലിങ്സ് എന്തൊക്കെയാണ്, നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്തൊക്കെയാണ് എന്നൊരു കാര്യം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. യൂണിവേഴ്സ് ഗൈഡ് മീ പ്ലീസ്. നിങ്ങൾ ഡീപ്പായിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുക. നിങ്ങൾക്ക് മനസ്സിലെന്തെങ്കിലും ഭാരം ഉണ്ടെങ്കിൽ ഒരു വീഡിയോ കാണുന്ന സമയത്തേക്ക് നിങ്ങളുടെ മനസ്സിലെ ഭാരവും വിഷമങ്ങളും എല്ലാം തന്നെ ഒന്ന് മാറ്റി വെക്കുക. അത് നിങ്ങൾക്കുള്ള റീഡിങ് ആയിരിക്കണം എന്നൊരു പ്രാർത്ഥനയോട് കൂടി കാണുക. ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു ഗൈഡൻസ് കിട്ടണം, നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനിലൊരു ഗൈഡൻസ് കിട്ടണം എന്നൊരു കാര്യത്തിൽ തന്നെ നിങ്ങളൊരു വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ഓക്കെ, നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് ഇത് മൂണ്ട് കാർഡാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത് ഈ ഒരു വീഡിയോ കാണുന്ന വ്യൂവേഴ്സിൻ്റെ സിറ്റുവേഷൻ നോക്കുമ്പോൾ നിങ്ങൾ വളരെയധികം പെയിൻഫുള്ളായിട്ടൊരു അവസ്ഥയിലാണുള്ളത്. അതായത് നിങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ ലൈഫിൽ സമാധാനമില്ല, നിങ്ങൾക്ക് ഒന്നിലും സന്തോഷിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്കൊരു ലോൺലെസ് പീരീഡിലാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സിൽ നിന്ന് നിങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം നേടണം എന്നൊരു എനർജി ഉണ്ട്. അതായത് ഇതിൽ നിന്നെല്ലാം പുറത്തേക്ക് വരണം. പുറത്തേക്ക് വന്ന ശേഷം നിങ്ങൾക്ക് ഹാപ്പി സോളായിട്ട് മാറണം. അതായത് നിങ്ങളുടെ പേഴ്സണായിട്ട് ബന്ധപ്പെട്ട എനർജി തന്നെ സ്റ്റക്കായി നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇതിൽ നിന്നൊരു മാറ്റമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട കാർഡോട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ റിലേഷൻഷിപ്പ് നോക്കുന്ന സമയത്ത് ഇത് പണ്ടേ എൻഡ് ആവേണ്ട റിലേഷൻഷിപ്പായിരുന്നു. അതായത് ഒരുപാട് നാൾക്ക് മുന്നേ തന്നെ റിലേഷൻഷിപ്പ് അവസാനിച്ച് പോവേണ്ട റിലേഷൻഷിപ്പായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്തും നിങ്ങൾ റിലേഷൻഷിപ്പ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ഓരോ സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത് നിങ്ങൾ നോ കോണ്ടാക്റ്റിൽ നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ഉണ്ട് എങ്കിൽ പോലും പഴയ പോലെ ഒരു കമ്മ്യൂണിക്കേഷനോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിളിക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. കോണ്ടാക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ അവർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന കാര്യം പോലും നിങ്ങൾക്കറിയാത്തൊരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ കയ്യിൽ തെറ്റായിരിക്കാം, മേ ബി നിങ്ങളുടെ കയ്യിൽ തെറ്റായിരിക്കാം, അങ്ങനെ പല കാരണങ്ങളും കൊണ്ടും ഈ റിലേഷൻഷിപ്പ് എൻഡായി പോകേണ്ട റിലേഷൻഷിപ്പായിരുന്നു. എന്നിട്ടും ഈ റിലേഷൻഷിപ്പ് വീണ്ടും വീണ്ടും മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് ക്ലാരിഫിക്കേഷൻ കാർഡ്സ് കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. എൻ്റെ വ്യൂവേഴ്സിനുള്ള പേഴ്സൻ്റെ ഫീലിങ്സ് എന്തൊക്കെയാണ്. ഓക്കെ, ഇത് സ്റ്റാൻഡ് കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ പലതവണയായിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് നോ കോണ്ടാക്റ്റ് നിൽക്കുന്നവർക്കിടോടാണ് പറയുന്നത്. പലതവണയായിട്ട് നിങ്ങൾ ഈ റിലേഷൻഷിപ്പായിട്ട് ബന്ധപ്പെട്ട് ലെറ്റ് ഗോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു പേഴ്സണെ നിങ്ങൾ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ ലൈഫിനെ ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു ജീവിതം വേണം എന്നൊക്കെ ആഗ്രഹിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ പലതവണയും ശ്രമിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടേക്ക് വീണ്ടും വീണ്ടും എഗെയിൻ നിങ്ങളുടെ പേഴ്സണിലേക്ക് നിങ്ങൾ അട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. അതായത് വീണ്ടും വീണ്ടും നിങ്ങളുടെ പേഴ്സണിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു എന്നൊരു എനർജിയായിരുന്നു ഇവിടെ കാണാൻ സാധിക്കുകയും ചെയ്തത്. ഓക്കെ, നിങ്ങൾക്ക് എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് മോചനം കിട്ടുന്നില്ല. അതായത് നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. അത്രയ്ക്ക് ഒരു സ്റ്റക്ക് എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഇവിടെ ഒരുപാട് പേര് മാരീഡ് ആയിട്ടുള്ളവർ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് എക്സ്ട്രാ മാറ്റർ അഫെയർ ആയിട്ടുള്ളവരും കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് മാരേജ് കഴിഞ്ഞ ശേഷവും നിങ്ങൾ മറ്റൊരു വ്യക്തിയുമായിട്ട് ഒരു ബന്ധത്തിൽ നിൽക്കുന്ന റിലേഷൻഷിപ്പ് എന്ന രീതിയിലും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് പേർക്കും ഈ ഒരു റിലേഷൻഷിപ്പ് ഹിഡൻ ആയിട്ടുള്ള റിലേഷൻഷിപ്പായിട്ടാണ് ഇവിടെ കാണുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് നിങ്ങൾ ഹൈഡ് ചെയ്ത് നടക്കുന്നത്, അതായത് നിങ്ങളുടെ സോൾമേറ്റിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്ന് വരെ നിങ്ങൾ ഹൈഡ് ചെയ്യുന്നൊരു റിലേഷൻഷിപ്പാണിത്. പക്ഷേ ഇവിടെ ഒരു എക്സ്ട്രാ അഫെയർ റിലേഷൻഷിപ്പ് എന്ന രീതിയിൽ കാണുന്ന സമയത്ത് നിങ്ങൾക്കിപ്പോൾ ഒരു പേഴ്സൺ ഉണ്ട്, പക്ഷെ ആ ഒരു പേഴ്സണായിട്ട് നിങ്ങൾ ചിലപ്പം ഒരു
മാരീഡ് ലൈഫ് ആണെങ്കിൽ പോലും ആ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് ജീവിതം കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്നില്ല. ആ ഒരു വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുന്നില്ല. പക്ഷേ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഡീപ്പായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യും. അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ അൺഎക്സ്പെക്റ്റഡ് കടന്നു വന്നിട്ടുള്ളതാണ്. നിങ്ങളെ എല്ലാ രീതിയിലും ടേക്ക് കെയർ ചെയ്യുകയും ഒരു ബേബി കൊണ്ട് നടക്കുന്ന പോലെ ആയിരുന്നു. അതായത് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കി അത്രയും ടേക്ക് കെയർ ചെയ്തായിരുന്നു ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്നത്. ഇത്രയും നിങ്ങൾ ആഗ്രഹിച്ച സ്നേഹം മാത്രമായിരുന്നു. നിങ്ങൾക്ക് യാതൊരു രീതിയിൽ പണമോ അല്ലെങ്കിൽ അവരിൽ നിന്ന് മറ്റ് വില കൂടിയ ഗിഫ്റ്റ്സോ ഇതൊന്നും തന്നെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച ഒറ്റ കാര്യം മാത്രമായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ സ്നേഹം, നിങ്ങൾക്ക് തരുന്ന പ്രയോറിറ്റീസ്. ഈ ഒരു കാര്യം മാത്രമായിരുന്നു നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന എനർജി ആയിരുന്നു കാണുന്നത്. പക്ഷേ ഈ ഒരു സമയത്ത് ഇവിടെ പാസ്റ്റ് എനർജികൾ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ആ ഒരു കാര്യം തരുന്നുണ്ടായിരുന്നു. ഡീപ്പായിട്ട് തന്നെ അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അത്രയ്ക്കും അധികം അവർ നിങ്ങളെ സ്നേഹിച്ചിരുന്നു. നിങ്ങൾക്ക് പോലും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഏതൊക്കെയോ ജന്മങ്ങളിൽ നിങ്ങൾ ചെയ്തൊരു പുണ്യം കൊണ്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ഒരുപാട് വർഷങ്ങളായിട്ട്, അതായത് ഒത്തിരി വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് ഈ വ്യക്തിയെ അറിയാം. അത്രയ്ക്കും ഡീപ്പായിട്ടായിരുന്നു നിങ്ങൾ ഈ ഒരു വ്യക്തിയെ പ്രണയിച്ചിട്ടുള്ളത്. ഇവിടെ കാർഡ്സിൽ നിന്നായാൽ പോലും ആ ഒരു കാര്യം ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് കുറച്ച് ക്ലാരിഫിക്കേഷൻ കാർഡ്സോടെ ചെക്ക് ചെയ്യാൻ നോക്കാം. ഇവിടെ കാണാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലൊരു മിസ്റ്റേക്ക് വന്നതുകൊണ്ടല്ല ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഇപ്പം നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് അവരുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങളും കൊണ്ടും അവരുടെ തിരക്കുകളും കൊണ്ടും ഒക്കെയാണ്, അവരുടെ ഫാമിലിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ആണ് അവർ മാറി നിൽക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് മറ്റു പല കാരണങ്ങളും കൊണ്ടാണ്. അവർ നിങ്ങളിൽ നിന്ന് ആ ഒരു കാര്യം ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. എന്തുകൊണ്ടാണ് യഥാർത്ഥ കാരണം, റിയലായിട്ടൊരു റീസൺ എന്താണെന്ന് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. പക്ഷെ അവർ വിചാരിക്കുന്നത്, അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ണും അടച്ച് വിശ്വസിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അതിൽ ഒരു സംശയമില്ലെന്നാണ് നിങ്ങളുടെ പാർട്ണർ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ സത്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കതിൽ പൂർണ്ണമായിട്ടും വിശ്വസിച്ചിട്ടില്ല. നിങ്ങൾക്കറിയാം, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണിനോട് അത് ചോദിക്കാൻ വേണ്ടി സാധിക്കുന്നതല്ല. അതായത് നിങ്ങളുടെ പേഴ്സണിനോട് ഇവരിങ്ങനെ ചെയ്തിരിക്കുവാണെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു കാര്യം ചെയ്തിരിക്കുന്ന കാരണം എന്താ നിങ്ങൾക്ക് ചോദിക്കാൻ പോലും ഭയമാണ്. കാരണം നിങ്ങളുടെ പേഴ്സണോട് ആ കാര്യം ചോദിച്ചു ചെന്നാൽ നിങ്ങളുടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, വഴക്കുണ്ടാവും. ആ കാരണം പറഞ്ഞുകൊണ്ട് അതൊരു റീസണായിട്ട് എടുത്തിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്നു പോകാൻ ചാൻസ് ഉണ്ട്. ആ ഒരു കാരണം കൊണ്ട് നിങ്ങളുടെ വ്യക്തിയോട് നിങ്ങൾക്കിത് ചോദിക്കാൻ പോലും സാധിക്കുന്നില്ല. നിങ്ങൾക്ക് എന്താണ് എൻ്റെ സത്യാവസ്ഥയെന്ന് മാത്രം അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. സത്യാവസ്ഥ മാത്രം നിങ്ങൾക്ക് അറിഞ്ഞാൽ മതി. ആ ഒരു കാര്യമാണ് നിങ്ങളിവിടെ ഡീപ്പായിട്ട് ആഗ്രഹിക്കുന്നത്. സോ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്നുള്ള കാര്യം കൂടെ നമുക്കിവിടെ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊരു കാര്യം നമുക്കിവിടെ ചെക്ക് ചെയ്യാം. സോ നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ദെൻ നമുക്ക് ക്ലാരിഫിക്കേഷൻ കാർഡോടെ ചെക്ക് ചെയ്ത് നോക്കാം. പേജ് ഓഫ് സോർട്സ്. ഓക്കെ, നമുക്ക് വൺ മോർ ക്ലാരിഫിക്കേഷൻ കാർഡോടെ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, 3 ഓഫ് സോർട്സ്. ഓക്കെ, സോ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അവരിലേക്ക് തിരിച്ചു ചെല്ലണം, നിങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലണം എന്നൊരു കാര്യമാണ് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങൾ അവരോട് ചെന്നിട്ട് പറയണം, നിങ്ങൾക്ക് അവരില്ലാതെ ജീവിക്കാൻ കഴിയുന്നില്ല, നിങ്ങൾ അവരെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ കയ്യിലാണ് എല്ലാ തെറ്റുകളും വന്നത്, അവരുടെ ഭാഗത്ത് യാതൊരു തെറ്റുകളും സംഭവിച്ചില്ല എന്നൊരു കാര്യം നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൺ കറൻ്റ്ലി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിൽക്കുന്നുണ്ട്. അതേപോലെ നെഗറ്റീവ് എനർജി ഇൻഫ്ലുവൻസ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. സോ ഈ നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ എനർജി അല്ല. നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവാതിരിക്കാൻ, അതായത് തകർന്ന് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് വ്യക്തികൾ ഇവിടെ കാണുന്നുണ്ട്. കാരണം ഒരു മിക്സഡ് എനർജിയാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഒരുപാട് വ്യക്തികൾ കാണുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് തകർന്ന് പോകണം, നിങ്ങൾ ഒരു കാരണവശാലും ഒരുമിക്കാൻ വേണ്ടിയിട്ട് പാടില്ല.
കാരണം മേ ബി നിങ്ങളുടെ പേഴ്സണെ അവരൊരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ പാർട്ണറായിട്ട് അവർ ആഗ്രഹിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ പേഴ്സൺ ആ ഒരു വ്യക്തിയുമായിട്ടൊരു കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നായിരിക്കാം, പാസ്റ്റ് എനർജി ഉണ്ടായിരുന്നായിരിക്കാം, പാസ്റ്റിൽ ചിലപ്പോൾ അവർ തമ്മിൽ ഡീപ്പായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നായിരിക്കാം. നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ആ ഒരു വ്യക്തി ഉപേക്ഷിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളിൽ നിന്ന് മറ്റുള്ളവരുടെ അതായത് ദൃഷ്ടിദോഷം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. നിങ്ങളുടെ ഈ ലവ് ലൈഫിൽ, നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ഉറപ്പായിട്ടും അതിൻ്റെ പോസിബിലിറ്റീസ് ഇവിടെ കാർഡ്സിൽ തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു റീസൺ ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് എനർജി നിങ്ങളിൽ നന്നായിട്ട് നിൽക്കുന്നുണ്ട്, ഹൈ വൈബ്രേഷനിൽ തന്നെ നിൽക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒരിക്കലും നല്ലതിനായിരിക്കത്തില്ല ആ ഒരു എനർജി നിൽക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത്രയും മ്യൂച്വലായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അത്രയും സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരുന്ന റിലേഷൻഷിപ്പായിരുന്നു നിങ്ങൾക്ക് രണ്ടുപേർക്കും തമ്മിലുള്ള. സോ ഈ മ്യൂച്വലായിട്ട് പോയിക്കൊണ്ടിരുന്ന ഈ റിലേഷൻഷിപ്പിലാണ് ഈ ഒരു എവിളായി ബാധിക്കുകയും നിങ്ങൾ തമ്മിൽ പിരിയണമെന്ന രീതിയിൽ അവർ മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. മേ ബി ബ്ലാക്ക് മാജിക് പോലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ചെയ്തത്. അത് നിങ്ങൾക്കെതിരെ ബാധിച്ചിട്ടുണ്ട്. അതിൻ്റെ റീസൺ കൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പം നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്നതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഇപ്പോൾ എത്ര വലിയ ബ്ലാക്ക് മാജിക് ആയാലും ഏത് രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യമായാലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തി, അതായത് നെഗറ്റീവ് എനർജി നിൽക്കുന്ന ഒരു വ്യക്തി ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഉറപ്പായിട്ട് ആ ഒരു കാര്യം മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് കുറച്ച് ഏഞ്ചൽസ് കാർഡ്സ് കൂടെ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡ് ചെയ്യാം. സോ ഇവിടെ നെക്സ്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഏഞ്ചൽസിൽ നിന്നുള്ള നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആൻഡ് മെസ്സേജസ് എന്തൊക്കെയാണ്, ഏഞ്ചൽസ് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊരു കാര്യം നമുക്കിവിടെ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഏഞ്ചൽസ് പ്ലീസ് ഗൈഡ് മൈ വ്യൂവേഴ്സ്. സോ എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടുള്ള അവരുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് തരൂ. ഏഞ്ചൽസ് പ്ലീസ് ഗൈഡ് മീ, ഏഞ്ചൽസ് പ്ലീസ് ഗൈഡ് മീ. ഓക്കെ, സോ ഉറപ്പായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ വരാൻ വേണ്ടി പോകുന്നുണ്ട്. അതായത് പുതിയ തുടക്കങ്ങൾ, പുതിയൊരു ചാപ്റ്റർ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഓപ്പൺ ആവാൻ വേണ്ടി പോകുന്ന ഒരു ചാൻസാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ അവരിലേക്ക് തിരിച്ചു ചെല്ലണം എന്നൊരു കാര്യമാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. എങ്കിൽ പോലും ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് അവർ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. കാരണം അവർക്കിപ്പോൾ അവരുടെ ലൈഫിൽ അവർ ഒരുപാട് രീതിയിൽ ലോൺലി പീരീഡിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് അവരുടെ ലൈഫിൽ അവർ പുറമെ എല്ലാം നേടി, അവർ ലൈഫിൽ പണമുണ്ട്, സുഹൃത്തുക്കളുണ്ട്, എല്ലാം അവർക്ക് നേടിയിരിക്കുന്നു എന്നൊരു ഫീലിംഗ്, ഒരു അഹങ്കാരം എന്നൊരു ഫീലിംഗ് ആയിരുന്നു നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായിരുന്നത്. പക്ഷേ അവരുടെ ലൈഫിൽ അവർ ആ ഒരു ഫീലിങ്ങിലൂടെ, ഒരു അഹങ്കാരത്തോടുകൂടി എന്തൊക്കെ നേടിയിട്ടുണ്ടായിരുന്നോ ആ നേടിയ കാര്യങ്ങളൊക്കെ തന്നെ അവർക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അവർ കൂടെ നിന്ന് അവരുടെ സുഹൃത്തുക്കളൊക്കെ തന്നെയും നിങ്ങളുടെ പേഴ്സണെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്. ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുകയും ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഇവിടെ ലെറ്റ് ഗോ എന്ന് പറയുന്ന കാർഡാണ് കൺഫർമേഷനായിട്ട് തന്നെ അവിടെ വന്നിരിക്കുകയാണ്. അതായത് ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സൻ്റെ കൂടെ ഉണ്ടായിരുന്ന സിൻസിയറായിട്ടുള്ള ഒരു ആൾക്കാരെന്ന് വിശ്വസിക്കുന്നവരെല്ലാം തന്നെ ഫേക്കായിരുന്നു. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴാണ് അത് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ വീണ്ടും അവരുടെ ലൈഫിലേക്ക് ആഗ്രഹിക്കുകയാണ്. കാരണം നിങ്ങളായിരുന്നു അവരുടെ ലൈഫിലെ ഏഞ്ചൽ എന്നൊരു കാര്യമാണ്. ഓക്കെ, സോ നിങ്ങളിലേക്കുള്ള ഡയറക്ഷൻ തേടി അവർ വരുവാണ്. ഉറപ്പായിട്ടും അവർ നിങ്ങളിലേക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തൊരു 3 അല്ലെങ്കിൽ 5 ടൈംസ് റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കൂ. ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സണിൽ എന്തായാലും ഇതിനകത്ത് സക്സസ് വരും, സീരിയസ്ലി. സോ ഇവിടെ കൺഫർമേഷൻ ആയിട്ട് തന്നെ പറയുന്നുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങളുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കുന്നൊരു വീഡിയോ ആണ്. നിങ്ങൾ വിചാരിക്കും ഞാനിത് വ്യൂവേഴ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇത് ഒരുപാട് വ്യൂ കിട്ടാനോ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാനോ വേണ്ടിയിട്ട് പറയുകയെന്ന് ഒരിക്കലുമല്ല. സോ അതുകൊണ്ടാണ് ഇവിടെ ഏഞ്ചൽസിൻ്റെ കാർഡിൽ നിന്ന് ഞാൻ കാണിച്ചു തന്നെ. ഓക്കെ, ഏഞ്ചൽസ് തന്നെ പറയുന്നുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണുകയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ അത്ര ഡീപ്പായിട്ട് നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അവരൊന്ന് തിരിച്ചു വരണം, തിരിച്ചു വന്ന് ഒരു നിമിഷം നിങ്ങളോടൊന്ന് സംസാരിച്ചാൽ മതി. എന്നിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സണോടൊന്ന് പറയണം. നിങ്ങൾക്ക് അത്രയും മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഉറപ്പായിട്ടും ഇവിടെ സക്സസ് എന്ന് പറയുന്ന കാർഡ് തന്നെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സൺ എന്തായാലും നിങ്ങളിലേക്ക് മടങ്ങി വരും, തിരിച്ച് വന്നിരിക്കും. അതിലൊരു കാരണവശാലും ഒരു കോംപ്രമൈസ് ഇവിടെ കാണുന്നില്ല. കാരണം നിങ്ങളുടെ കൂടെ ഏഞ്ചൽസ് ഉണ്ട്, അവർ നിങ്ങളുടെ പ്രാർത്ഥനയും കേൾക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മൂവ്മെൻറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് റീച്ച് ഔട്ട് ചെയ്തിരിക്കും. സോ നമുക്ക് കുറച്ച് കാർഡ്സോട് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇവിടെ റീകൺസിലേഷൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. എഗെയിൻ പോസിറ്റീവ് ഡെക്കാണ് വരുന്നത്.
ഇത്രയും ഒരു പോസിറ്റീവ് ഡെക്ക് ആദ്യമായിട്ടാണ് എൻ്റെ റീഡിങ്ങിൽ വരുന്നത്. സോ ഉറപ്പായിട്ടും ഇൻ ദ നിയർ ഫ്യൂച്ചറിൽ തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. വളരെ പെട്ടെന്ന് തന്നെ അവരുടെ എനർജി നിങ്ങളിലേക്ക് വരുവാണ്. നിങ്ങൾ തമ്മിൽ റീകൺസിലേഷൻ തൊട്ട് നിമിഷങ്ങളിൽ തന്നെ, അതായത് മേ ബി നെക്സ്റ്റ് ഡേ ആയിരിക്കാം, അല്ലെങ്കിൽ കമ്മിങ് ഡേയ്സ് ആയിരിക്കാം, എപ്പോൾ വേണമെങ്കിലും അത് സംഭവിക്കാം. മനസ്സിലായോ? ഇന്ന ടൈം നിങ്ങളുടെ അടുത്ത് പറയുന്നതേ ഇല്ല. ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് നിങ്ങളുടെ പേഴ്സണായിട്ടുള്ള നിങ്ങൾ ഒരുമിക്കുന്ന ടൈം ഏത് നിമിഷവും നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഏത് നിമിഷത്തേക്ക് വേണമെങ്കിലും അവർക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരാം എന്നൊരു കാര്യമാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത്. സോ ഉറപ്പായിട്ടും ഈ ഒരു റീഡിങ് കാണുന്നവരൊക്കെ തന്നെ വളരെയധികം ബ്ലെസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങളിലേക്കൊരു വീഡിയോ എത്തിച്ചത് ഏഞ്ചൽസ് തന്നെയാണ്, യൂണിവേഴ്സ് തന്നെയാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദൈവം അത് തന്നെയാണ് നിങ്ങളിലേക്കൊരു വീഡിയോ നിങ്ങളുടെ കൺമുന്നിൽ കൊണ്ടുവന്നത്. ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് മാറാൻ വേണ്ടി പോവാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ലൈഫാണ് നിങ്ങൾക്ക് മാറാൻ വേണ്ടി പോകുന്നത്. സോ നിങ്ങൾക്കുള്ള ക്ലൂസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇവിടെ ക്ലൂസ് ആയിട്ട് വരുന്നത് മെയിനായിട്ട് ഇവിടെ ബട്ടർഫ്ലൈസിൻ്റെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ വൈറ്റ്, യെല്ലോ ആൻഡ് ഓറഞ്ച് ഈ 3 കളറുള്ള ബട്ടർഫ്ലൈസ് കാണുകയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു ഡേ തന്നെ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും. നിങ്ങൾ എന്നാണോ ഒരു ബട്ടർഫ്ലൈ അല്ല കാണുന്നത്, നിങ്ങളൊരു കൂട്ടം ബട്ടർഫ്ലൈ കാണണം. ഒരു 10 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഒരു വൈറ്റ് കളറോ അല്ലെങ്കിൽ ഓറഞ്ച് കളറോ ഒക്കെ ആയിട്ടുള്ള ഒരു കൂട്ടം ബട്ടർഫ്ലൈ ഒരു ദിവസം കാണുകയെന്നുണ്ടെങ്കിൽ അന്നത്തെ ഒരു ഡേ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നൊരു ഡേ ആയിരിക്കും അത്. സോ ഇത്രയാണ് ഇന്നത്തെ റീഡിങ്ങിനകത്തുള്ളത്. സോ ഈ റീഡിങ് കാണുന്ന എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും വേണ്ടിയിട്ടും എൻ്റെ സ്പെല്ലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളും നിങ്ങളുടെ പേഴ്സിൻ്റെ പേരും കമൻറ്റ് ചെയ്യുക മാത്രം ചെയ്താൽ മതി. ഞാൻ ആ സ്പെല്ലിനകത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. സോ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ, നിങ്ങളുടെ പേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ എത്രത്തോളം ആഗ്രഹിക്കുന്നു, അവരെ തിരിച്ച് വേണമെന്ന് നിങ്ങൾ എത്ര ഡീപ്പായിട്ട് ആഗ്രഹിക്കുന്നു, അത്രയും ആഴത്തിൽ തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരട്ടെ. വളരെ വേഗം തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും. അത്രയും ഒരു ഉറച്ച മനസ്സോടുകൂടി, അത്രയും ഒരു ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോവുക. ഒരിക്കലും നിങ്ങൾ വേദനിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വേദന വരും, വിഷമം വരും. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കൂടെ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും വേദനയൊക്കെ വരും. നിങ്ങൾക്ക് തരണം ചെയ്യാൻ പറ്റും. ഈ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ മനസ്സ് വെക്കണം. അങ്ങനെ മനസ്സ് വെക്കുകയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മിറാക്കിൾസ് സംഭവിക്കും. സോ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. ബൈ ഗായ്സ്.